പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വലിയ ദൈവരാജ്യ ശുശ്രൂഷയിൽ ഇതാ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ദൈവജനം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് അതിശക്തമായി ഈ ശുശ്രൂഷ സമയത്ത് നമ്മുടെ മേൽ വെളിപ്പെടുന്ന സമയമാണ്. നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച്, കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ നിയോഗത്തിൽ അങ്ങ് അത്ഭുതകരമായി ഇടപെടണമേ. ഓരോ വ്യക്തിയും ഞങ്ങളുടെ ഉള്ളിലുള്ള നിയോഗങ്ങൾ സമർപ്പിക്കുക. ഒരുപക്ഷെ നാളുകളായി പ്രാർത്ഥിച്ചു മടുത്ത ഏതെങ്കിലും കാര്യങ്ങളാവും. ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അതേത് വിഷയമായിക്കൊള്ളട്ടെ, അത് ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുക. കർത്താവേ, അത്ഭുതകരമായ ഒരു ദൈവശക്തി ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ നിയോഗങ്ങളിൽ വെളിപ്പെടണം. അത് ആ നിയോഗങ്ങൾ സമർപ്പിച്ച് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, ആരാധിക്കാം, നന്ദി പറയാം. ഇന്ന് കടന്നു പോകുന്ന ഈ ജീവിതാവസ്ഥയിൽ കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. വിശ്വസിക്കുന്ന ഓരോരുത്തരും കരങ്ങൾ ഉയർത്തുന്ന സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. മഹത്വം കർത്താവേ, മഹത്വം, മഹത്വം കർത്താവേ, മഹത്വം. കൈയടിച്ച് പാടിക്കേ സന്തോഷത്തോടെ. പരിശുദ്ധാത്മാവേ സഹായക, ആമേൻ. നിരന്തരം എന്നെ സഹായിക്കണേ. ചേർന്ന് പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരം എന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോരേ, ആമേൻ. അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോരേ, അഭിഷേകത്തിന്റെ കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പാടി. ആത്മീയ ശക്തി അഭിഷേകാഗ്നി എന്നിൽ നിറഞ്ഞു കവിയണമേ. സിഹിയോനിൽ നിറഞ്ഞ ദൈവാത്മാവേ എന്നിൽ കത്തി പടരണമേ. ആത്മീയ ശക്തി അഭിഷേകാഗ്നി എന്നിൽ നിറഞ്ഞു കവിയണമേ. സിഹിയോനിൽ നിറഞ്ഞ ദൈവാത്മാവേ എന്നിൽ കത്തി പടരണമേ. ദൈവത്തിന്റെ ആത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ, ഒരു പുതിയ ശക്തി വെളിപ്പെടട്ടെ. കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൈകൾ കൂപ്പി സന്തോഷത്തോടെ ഒന്ന് പറഞ്ഞേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വസ്ഥമായിട്ട് ഇരിക്കുക. ഇന്ന് നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാണെന്നറിയോ? സങ്കീർത്തനം 56:8. സങ്കീർത്തനം, ബുക്ക് ഓഫ് സാം, ചാപ്റ്റർ 56 വേഴ്സ് 8. ഈ വചനത്തിൽ കർത്താവ് ഒരു കാര്യം നമ്മളോട് പറയാൻ പോവുകയാണ്. അതെന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. 56:8. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവ അങ്ങയുടെ ഗ്രന്ഥത്തിൽ ഉണ്ടല്ലോ. എൻ്റെ അലച്ചിലുകൾ അങ്ങ് എണ്ണിയിട്ടുണ്ട്. ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോടും പറയുവാണ്, എൻ്റെ അലച്ചിലുകൾ അങ്ങ് എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണം കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുന്നത്, ഇതെല്ലാം അങ്ങയുടെ ഗ്രന്ഥത്തിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവമേ, അങ്ങയ്ക്കിതെല്ലാം അറിയാമല്ലോ. ജീവിതത്തിൽ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീ വിശുദ്ധ ഗ്രന്ഥം തുറന്ന് ഈ സങ്കീർത്തനം 56:8 എന്നെ കാണിച്ചിട്ട് പറഞ്ഞത്, അച്ഛാ, ഈ ഒരൊറ്റ വചനത്തിലാണ് എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. എന്നെക്കുറിച്ച് സങ്കീർത്തകൻ എഴുതിയിരിക്കുന്ന വചനമാണ് അച്ഛാ, എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വചനമാണ്. ഞാൻ വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഈ സഹോദരിയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വചനം വായിച്ചത്. വചനം പറയുന്നത്, ദൈവമേ, അങ്ങ് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്,
എൻ്റെ കണ്ണീർ കണം കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഈ സ്ത്രീ പറയുന്നത്, അച്ഛാ, അത്രമേൽ ഞാൻ സഹിക്കുന്നുണ്ട്, അത്രമേൽ ഞാൻ അലഞ്ഞിയുന്നുണ്ട്. പക്ഷേ എനിക്കറിയാം എൻ്റെ ദൈവം അതെല്ലാം എണ്ണിയിട്ടുണ്ട്, ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ ദൈവത്തിന് അതറിയാം. ഇത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എന്നോടും നിന്നോടും ദൈവത്തിൻ്റെ ആത്മാവ് പങ്കുവയ്ക്കുന്ന അടിസ്ഥാനപരമായ കാര്യമാണ്. നമ്മളൊക്കെ പലപ്പോഴും കരയുന്നവരാണ്. എപ്പോഴാണ് ഒരു മനുഷ്യൻ കരയുന്നത്? നിസ്സഹായതയുടെ നടുവിലാണ് അവൻ കരയുന്നത്. എപ്പോഴൊന്നും കരയാറില്ലല്ലോ. കരച്ചിൽ വരുന്നത് എപ്പോഴാണ്? ജീവിതത്തിൽ നമ്മുടെ കയ്യിൽ കാര്യങ്ങളൊന്നും പിടുത്തം കിട്ടാതിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശുദ്ധ ഗ്രന്ഥം നിന്നോട് പറയുന്ന കാര്യം, ഈ കരച്ചിലുണ്ടല്ലോ, അത് സ്വർഗം തുറക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. നിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഈ നെടുവീർപ്പുണ്ടല്ലോ, അത് സ്വർഗം തുറക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ കരയുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തിക്കോട്ടെ. നമ്മൾ വിചാരിക്കും വീട്ടുകാരുടെ നാട്ടുകാരുടെ മുമ്പിലൊക്കെ കരഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ മനസ്സിലാവും. ഒരിക്കലും മനസ്സിലാവില്ല. നിന്നെ മനസ്സിലാക്കാൻ പറ്റുന്നവൻ്റെ മുമ്പിൽ നീ കരയണം. അത് തമ്പുരാൻ കർത്താവാണ്. വിശുദ്ധ ഗ്രന്ഥം അടിവരയിട്ട് നിന്നെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിന് നിന്നെ അറിയാം. നീ കരയുമ്പോൾ നിന്റെ കണ്ണുനീര് കണ്ട് ആ കണ്ണുനീരിന് ഉത്തരം നൽകുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. ഞാനിത് പറയുമ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും കടന്നു പോകുന്ന അവസ്ഥ, ഒറ്റയ്ക്കിരുന്ന് വല്ലാണ്ട് കരയുന്നവരുണ്ട്, നെടുവീർപ്പിടുന്നവരുണ്ട്, ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വല്ലാണ്ട് ഭാരപ്പെടുന്നവരുണ്ട്. വിശുദ്ധ ഗ്രന്ഥം ഇന്ന് നിന്നോട് പറയുന്നു, നിന്റെ കണ്ണുനീര് അത് സ്വർഗം തുറക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. നിങ്ങളുടെ മുമ്പിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ചില വചനഭാഗങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തിക്കോട്ടെ. അത് ഒന്നാമത്തത് സാമുവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം. നമ്മൾ അവിടെ വായിക്കുന്നത് ഹന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ്. ഹന്നായുടെ കരച്ചിൽ. ഹന്ന എന്തിനു വേണ്ടി കരഞ്ഞു? ഹന്നായുടെ സങ്കടം എന്തായിരുന്നു? ഹന്നയ്ക്ക് കുഞ്ഞില്ലായിരുന്നു. കുഞ്ഞില്ല എന്ന് മാത്രമല്ല, കുഞ്ഞില്ലാത്തത് ആ കാലഘട്ടത്തിൽ ദൈവശാപത്തിൻ്റെയും നാണക്കേടിൻ്റെയും ഒരു വലിയ കാരണമായിട്ട് കണ്ട് ജനം മുഴുവൻ എപ്പോഴും കുറ്റപ്പെടുത്തിയിരുന്നു. ജീവിത പങ്കാളിയായ എൽക്കാനയുടെ അടുക്കെ വന്ന് പോലും സങ്കടം പറയുമ്പോൾ എൽക്കാന പറയുന്ന ഉത്തരമൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. ആ വചന പുസ്തകം തുറന്നേ, സാമുവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുവചനം. ഭർത്താവായ എൽക്കാന അവളോട് ചോദിച്ചു, ഹന്ന, എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? എന്തിനാണ് കരയണമെന്ന്? അതായത് ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ ദുഃഖവുമായിട്ടിരിക്കുന്ന ഒരു ഭാര്യ. ഈ എൽക്കാനയ്ക്ക് വേറെ ഭാര്യമാരുണ്ട്, ആ ഭാര്യയിൽ കുഞ്ഞുങ്ങളുണ്ട്. അതുകൊണ്ട് ആ മനുഷ്യൻ അതിൻ്റെ വിഷമം മനസ്സിലാവുന്നില്ല. എന്നാൽ കുഞ്ഞില്ലാത്തതിൻ്റെ ദുഃഖവുമായിട്ടിരിക്കുന്ന ഹന്നായുടെ വിഷമം, ഈ വിഷമം കണ്ടിട്ട് കൂടെയുള്ള ജീവിത പങ്കാളി ചോദിക്കുന്ന ചോദ്യം എന്നാണെന്നറിയോ? നീ എന്തിനാ ഇങ്ങനെ കരയണേ? നീ എന്തിനാ ഇങ്ങനെ കരയണേ? നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ? നീ എന്തിനാ ഇങ്ങനെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കണേ? ഇതൊക്കെ നമ്മളോടും ചിലർ ചോദിക്കാറില്ലല്ലേ? കാരണം എന്നാണെന്നറിയോ? അവർക്കൊന്നും ഇത് മനസ്സിലാവത്തില്ലെന്ന്. എൽക്കാന ചോദിക്കുന്നൊരു ചോദ്യം കൂടെ അതിൻ്റെ കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. നീ എന്തിനാണ് കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? എന്തിനു ദുഃഖിക്കുന്നു? ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും ഉപരിയല്ലേ? എൽക്കാന വന്നിട്ട് ഹന്നായോട് പറയുന്നത്, നിനക്ക് കുഞ്ഞുങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല, 10 പുത്രന്മാരിലേക്കാൾ ഉപരിയല്ലേ ഞാനുണ്ടല്ലോ. ഈ ഹന്ന എന്ന ഭാര്യയുടെ ഒരു സങ്കടം ഭർത്താവിന് മനസ്സിലാവുന്നില്ല. എൻ്റെ പ്രിയരെ, ഈ ഹന്ന പിന്നീട് ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഹന്ന പിന്നീട് ഭർത്താവിൻ്റെ മുമ്പിലല്ല കരഞ്ഞത്, മറിച്ച് ദേവാലയത്തിൽ പോയി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഹന്ന. അവളുടെ കരച്ചിലിനെ കുറിച്ചൊക്കെ സാമുവേലിൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിൽ വളരെ ശക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കരച്ചിൽ മുന്നോട്ട് നീങ്ങിക്കഴിയുമ്പോൾ ഹന്നായുടെ മുമ്പിൽ ആ ദേവാലയത്തിലെ പുരോഹിതൻ വന്നിട്ട് പറയുന്നൊരു വചനഭാഗമുണ്ട്. അത് 18-ാം തിരുവചനം. അവൾ പ്രതിവചിച്ചു, ഈ ദാസിക്ക് അങ്ങയുടെ കൃപാ കടാക്ഷമുണ്ടാവട്ടെ. ഏലി എന്ന പുരോഹിതൻ ഇവളെ ആശീർവദിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത കാര്യം എഴുതിയിരിക്കുന്നു. അനന്തരം അവൾ പോയി ഭക്ഷണം കഴിച്ചു, പിന്നീടൊരിക്കലും അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. വചനം മുന്നോട്ട് വായിച്ചു പോകുമ്പോൾ തൊട്ടടുത്തത് എന്താണെന്നറിയോ? ഇവളുടെ കണ്ണുനീരിന് സ്വർഗം കൊടുക്കുന്നൊരു ഉത്തരമാണ് സാമുവേൽ. അതിനെക്കുറിച്ച് വചനം 19-ാം വചനം മുമ്പോട്ട് വായിച്ചു പോകുമ്പോൾ എഴുതിയിട്ടുണ്ട്. കർത്താവ് അവളെ അനുസ്മരിച്ചു,
20-ാം വചനം, അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണെന്ന് പറഞ്ഞ് അവൾ അവന് സാമുവേൽ എന്ന് പേരിട്ടു. എൻ്റെ പ്രിയരെ, കണ്ണുനീരോടെ ചോദിക്കുന്ന മനുഷ്യന് സ്വർഗം സമ്മാനം നൽകും. എന്ന് പറഞ്ഞാൽ നിൻ്റെ കണ്ണുനീരിന് അർത്ഥമുണ്ട്, അതിന് വിലയുണ്ട്. അത് വെറുതെ നാട്ടുകാരുടെ മുമ്പിൽ വെറുതെ കരഞ്ഞു കളയാനുള്ളതല്ല. സ്വർഗത്തിൻ്റെ അനുഗ്രഹത്തിനുള്ള വലിയ ഒരു അനുഗ്രഹവാതിലാണ്. ഒരു പക്ഷേ ചില പുരുഷന്മാരുടെയൊക്കെ പ്രത്യേകത, അവർ പൊതുവെ കരയാത്തവരാണ്. സ്ത്രീകളാണ് പെട്ടെന്ന് കരയുന്നത്, പുരുഷന്മാർ പൊതുവെ കരയാറില്ല. എന്നാൽ പുരുഷന്മാരുടെ ഉള്ളിൽ ഈ കണ്ണുനീര് മുഴുവൻ പല രൂപത്തിൽ അവർ കൊണ്ടു നടക്കുന്നുണ്ട്. ഇത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളോട് കർത്താവ് പറയുന്ന കാര്യം എന്നറിയോ? തമ്പുരാൻ്റെ സന്നിധിയിൽ കരയാനുള്ള മനസ്സുണ്ടാവണം. അങ്ങനെ കരഞ്ഞാൽ സ്വർഗം നിനക്ക് നിശ്ചയമായും ചില അനുഗ്രഹങ്ങൾ സമ്മാനിക്കും. വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം അതിൻ്റെ 20-ാം അധ്യായം 1 മുതലുള്ള വചനം ഹെസക്കിയ രാജാവിനെ കുറിച്ചാണ്. ബുക്ക് ഓഫ് കിങ്സ്, 2nd ബുക്ക്, ചാപ്റ്റർ 20, വേഴ്സ് 1 ഓൺവേഴ്സ്. വായിച്ചു പോകുമ്പോൾ ഹെസക്കിയ രാജാവിനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹെസക്കിയ രോഗബാധിതനായി മരണത്തോടടുത്തു. ആമോസിൻ്റെ പുത്രൻ യെശയ്യാ പ്രവാചകൻ അടുത്ത് ചെന്ന് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക, എന്തെന്നാൽ നീ മരിക്കും, നീ സുഖം പ്രാപിക്കില്ല. മരണം, ഒരു മനുഷ്യൻ രോഗിയായിട്ട് മരണത്തോട് മുഖാമുഖം കണ്ട് കിടക്കുന്ന അവസ്ഥ, ആ അവസ്ഥ ഒന്ന് ചിന്തിച്ചേ. ഒരു മനുഷ്യൻ്റെ അന്ത്യദിനങ്ങൾ എല്ലാം തീർന്നു, ഹതഭാഗ്യനായിട്ട് സങ്കടപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥ. അങ്ങനെ കിടക്കുന്ന ആ വ്യക്തി എന്തു ചെയ്തുവെന്ന് വചനം പറയുന്നു. ഹെസക്കിയ ചുമരിലേക്ക് മുഖം തിരിച്ചു കർത്താവിനോട് പ്രാർത്ഥിച്ചു. 3-ാം തിരുവചനം, കർത്താവേ, ഞാൻ എത്ര വിശ്വസ്തമായും ആത്മാർത്ഥമായുമാണ് അങ്ങയുടെ മുമ്പിൽ നന്മ പ്രവർത്തിച്ചത് എന്ന് നീ ഓർക്കണമേ. പിന്നെ അവൻ ദുഃഖത്തോടെ കരഞ്ഞു. അവൻ ചെയ്ത പ്രവൃത്തി അവൻ പിന്നീട് കരയാൻ തുടങ്ങി. അവൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്നൊരു പ്രാർത്ഥനയാണ് നിൻ്റെ കണ്ണുനീര്. മരണത്തെ തൊട്ട് മുമ്പ് കണ്ട് കിടക്കുന്ന ഒരുത്തൻ്റെ കരച്ചിൽ. വചനം മുന്നോട്ട് വായിച്ചു പോകുമ്പോൾ 20-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. 3-ാം ദിവസം നീ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകും. കണ്ടോ, നിൻ്റെ കണ്ണുനീര് കണ്ടിരിക്കുന്നു, നിൻ്റെ കണ്ണുനീര് കണ്ടിരിക്കുന്നു, നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ട വചനമാണ്. നിൻ്റെ രോഗപീഠയുടെ നടുവിൽ കരഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള വലിയ ഒരു കൃപ നിന്നിലേക്ക് പ്രവഹിക്കുകയാണ്. നിരാശ വേണ്ട, മറിച്ച് എന്ത് ചെയ്യണം? നമ്മുടെ കണ്ണുനീരിൻ്റെ നടുവിൽ സ്വർഗം തുറക്കുമെന്ന് വിശ്വസിക്കുക. നിൻ്റെ രോഗപീഠയുടെ നടുവിൽ കർത്താവ് സൗഖ്യം നൽകും. കരയുന്നത് സ്വർഗം തുറക്കുന്ന അതിശക്തമായ ഒരു പ്രാർത്ഥനയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ച് ധ്യാനിക്കാവുന്ന മറ്റൊന്ന്, അത് സങ്കീർത്തന പുസ്തകം 6-ാം അധ്യായമാണ്. സങ്കീർത്തകനായ ദാവീദിൻ്റെ വലിയൊരു സങ്കടകരമായ അവസ്ഥ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തന പുസ്തകത്തിൽ നമുക്കറിയാം, ദൈവസ്നേഹം ഇത്രമേൽ അനുഭവിച്ച മറ്റൊരു മനുഷ്യനുണ്ടോ ദാവീദിനെ പോലെ? ദൈവസ്നേഹം ഇത്രമേൽ അനുഭവിച്ചൊരു മനുഷ്യൻ, എന്നാൽ അത്രമേൽ അധപ്പതിക്കുകയും ചെയ്തു. തെറ്റുപറ്റിപ്പോയി. ഈ സങ്കീർത്തനത്തിൻ്റെ 6-ാം അധ്യായം ഒന്ന് വായിക്കാം നമുക്ക്. 6-ാം അധ്യായം 6-ാം തിരുവചനം ഇങ്ങനെയാണ്, കരഞ്ഞ് ഞാൻ തളർന്നു, രാത്രി തോറും ഞാൻ കണ്ണീരൊഴുക്കി, എൻ്റെ തലയണ കുതിർന്നു, കണ്ണീര് കൊണ്ട് എൻ്റെ കിടക്ക നനഞ്ഞു, ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണു മങ്ങുന്നു, ശത്രുക്കൾ നിമിത്തം അത് ക്ഷയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാവീദ് രാജാവിൻ്റെ ജീവിത അവസ്ഥ പറയുക. ഇയാൾ കരച്ചിലോട് കരച്ചിൽ, ജീവിതത്തിൻ്റെ എല്ലാ തെറ്റുകുറ്റങ്ങളെയും സമർപ്പിച്ചിട്ട് ഇയാൾ പറയുക, ഞാൻ കരയുകയാണ്, കരഞ്ഞ് എൻ്റെ തലയണ കുതിർന്നു. ഒരുപക്ഷെ ഇത് ഞാൻ പറയുമ്പോൾ ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ചിലർക്കൊക്കെ വ്യക്തമായി അവരുടെ ഉള്ളിൽ അത് ബോധ്യത്തിൽ വരും. എന്തോരം കരയുന്നു. നിന്റെ കരച്ചിൽ ഒരു അനുഗ്രഹമാണെന്ന് വിശുദ്ധ ഗ്രന്ഥം ഈ ശുശ്രൂഷാവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. നീ കരയുന്ന കരച്ചിലിന് കർത്താവ് സ്വർഗം തുറന്ന് നിനക്ക് അനുഗ്രഹം നൽകും. വിശ്വസിച്ചോണം. അതുകൊണ്ട് തമ്പുരാൻ്റെ സന്നിധിയിൽ പോയിരുന്ന് കരയാൻ നമ്മൾ മടി കാണിക്കണ്ട.
വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ചു പോകുമ്പോൾ ആവർത്തിച്ച് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന വചനഭാഗമാണ്. നിങ്ങൾക്ക് സാധ്യമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോളൂ. ചില കണ്ണുനീരിൻ്റെ വചനഭാഗങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താം. ഒന്ന്, ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 16-17 വചനഭാഗങ്ങളിൽ ഹാഗാർ കുഞ്ഞുമായിട്ട് മരുഭൂമിയിലിരുന്ന് കരയുന്ന ഒരു രംഗമുണ്ട്. മരുഭൂമി ആരാ സഹായിക്കാനുള്ള? മരണം മുമ്പിൽ കണ്ടുകൊണ്ട് ഒറ്റപ്പെട്ടിരുന്നു കൊണ്ട് കരയുന്ന ഹാഗാർ. ഈ ഹാഗാറിൻ്റെ കരച്ചിൽ കർത്താവ് കേട്ടു. ഹാഗാറിൻ്റെ കരച്ചിൽ കേട്ട കർത്താവ്, നിൻ്റെ ജീവിതത്തിൽ ആര് നിന്നെ സഹായിക്കാനില്ലെങ്കിലും നീ വിശ്വസിച്ചു കൊള്ളുക, നിൻ്റെ കരച്ചിലിന് കർത്താവ് ഒരു ഉത്തരം നൽകും. വീണ്ടും നിങ്ങൾക്ക് വായിക്കാവുന്ന മറ്റൊരു വചനഭാഗം ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം അതിൻ്റെ 1 മുതൽ വചനഭാഗം നമ്മുടെ പൂർവ്വ യൗസേപ്പാണ്. എന്തോ ആ മനുഷ്യൻ സഹിച്ചു അല്ലേ? പൊട്ടക്കിണറ്റിൽ കിടക്കപ്പെട്ടു, സഹോദരന്മാർ കൊണ്ടിട്ടതാ. ജീവിതത്തിൽ കടന്നുപോയ സഹനത്തിന് കയ്യും കണക്കുമില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു കരച്ചിലുണ്ട്. ഈ സഹോദരന്മാരെ കാണുമ്പോൾ അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു കാര്യം പ്രഖ്യാപിക്കുന്നു, മാറി നിന്ന് കരയും. എന്താണെന്നറിയോ? നിങ്ങൾക്ക് മുമ്പേ എന്നെ ഇങ്ങോട്ട് അയച്ചത് കർത്താവാണ്. ഇത് പറഞ്ഞ് അയാൾ കരയുവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരച്ചിൽ സ്വർഗം അംഗീകരിച്ചതിൻ്റെ ഒരു അടയാളം കൂടെയാണ്. നിന്റെ കണ്ണുനീരിന് അർത്ഥമുണ്ടെന്ന് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുകയാണ്. പഴയ നിയമത്തിലെ ജോബിൻ്റെ പുസ്തകം 30-ാം അധ്യായം 20-ാം തിരുവചനം. എല്ലാം നഷ്ടപ്പെട്ടവൻ്റെ വലിയൊരു കരച്ചിൽ അവിടെയുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടവൻ്റെ കരച്ചിലാണ്. എസ്രായുടെ പുസ്തകം അതിൻ്റെ 10-ാം അധ്യായം 1-ാം തിരുവചനം. എസ്ര ദേശത്തിന് വേണ്ടി ഇരുന്ന് കരയുന്നുണ്ട്. എസ്ര ദേശത്തിന് വേണ്ടി നിലത്ത് അവൻ കിടന്ന് കരയുകയാണ്. കുടുംബത്തിന് വേണ്ടി കരയാനുള്ള ദൗത്യം, നിന്റെ ജീവിതത്തിലെ മക്കളെ ഓർത്ത് കരയാനുള്ള ദൗത്യം സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനയാണ്. വീണ്ടും പത്രോസിനെ കുറിച്ച് പുതിയ നിയമത്തിൽ നമ്മുടെ മുമ്പിലുണ്ട്. പത്രോസിൻ്റെ കരച്ചിൽ അനുതാപത്തിൻ്റെ കരച്ചിലാണ്. ഈശോ കടന്നു ചെന്ന് നായീമിലെ വിധവ, ആകപ്പാടെ പ്രതീക്ഷയുണ്ടായിരുന്ന മകനാണ്, മകൻ മരിച്ചുപോയി. വിലാപയാത്ര മുന്നോട്ട് വരുമ്പോൾ ഈശോ കടന്നു ചെന്നിട്ട് ആദ്യം പറഞ്ഞു കൊടുക്കുന്ന കാര്യം ലൂക്കാസ് വിശേഷം അതിൻ്റെ 7-ാം അധ്യായം 11 മുതലുള്ള വചനത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ 13-ാം വചനം ഇങ്ങനെയാണ്. ഈശോ പറഞ്ഞു, കരയേണ്ട കരയേണ്ട കരയേണ്ട, നിന്റെ കരച്ചിൽ അത് സ്വർഗത്തിലെത്തിയിരിക്കുന്നു. ദാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് വിഷയത്തെ ഓർത്ത് കരയുന്നുണ്ടെങ്കിൽ നീ വിശ്വസിക്കണം, നാട്ടുകാരുടെ മുമ്പിൽ കൂട്ടുകാരുടെ മുമ്പിൽ കരയാനല്ല, മറിച്ച് സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ കരഞ്ഞാൽ ആ കരച്ചിൽ നിനക്ക് സ്വർഗത്തിൽ നിന്നുള്ളൊരു കൃപയായി മാറും. നിൻ്റെ മേൽ കൃപ ചൊരിയപ്പെടും. അതുകൊണ്ട് നമ്മൾ ദേവാലയത്തിലൊക്കെ ചെല്ലുമ്പോൾ തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് കരയണം. നിൻ്റെ സങ്കടങ്ങൾ മുഴുവൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. നാണക്കേടൊന്നും വിചാരിക്കേണ്ട. മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്നുള്ളതല്ല, നിൻ്റെ കണ്ണുനീര് മനസ്സിലാക്കാൻ കഴിവുള്ളവൻ്റെ മുമ്പിൽ. അതുകൊണ്ടാണ് സങ്കീർത്തനം 56:8 നമ്മൾ പഠിച്ചത്, എൻ്റെ അലച്ചിലുകൾ അവിടുന്ന് എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർക്കണം കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അങ്ങയുടെ ഗ്രന്ഥത്തിൽ അവ ഉണ്ടല്ലോ. നമുക്ക് തുടർന്നുള്ള ആരാധന സമയത്ത് പ്രാർത്ഥിക്കാൻ, ദൈവമേ അങ്ങയുടെ മുമ്പിൽ എന്നും വിശ്വസ്തയോടുകൂടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ ശക്തിയും ബലവും നൽകണമേ. ആ പ്രാർത്ഥനയോടെ സാധിക്കുന്നവർ മുട്ടുകുത്തി നമുക്ക് ഒരുമിച്ച് ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. ആമേൻ, ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്കൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അനന്ത കാരുണ്യത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ
നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈശോ നമ്മളോട് ചോദിക്കുകയാണ്. എന്തിനെ ഓർത്തുകൊണ്ടാണ് നീ കരയുന്നത്? എന്തിനാണ് നീ കരയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 15-ാം തിരുവചനം. യേശു മഗ്ദലേന മറിയത്തോട് ചോദിച്ച ചോദ്യം, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? 20-ാം അധ്യായം 11-ാം തിരുവചനം ഇങ്ങനെയാണ്: മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിങ്കലേക്ക് നോക്കി. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സ്ത്രീ. ഈ സ്ത്രീയുടെ കരച്ചിലിന് പിന്നിൽ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടതിൻ്റെ വലിയ നഷ്ടബോധമുണ്ട്. കല്ലറയിങ്കിലേക്ക് നോക്കിയപ്പോൾ താൻ ഏറെ സ്നേഹിച്ചിരുന്ന ഗുരുവിൻ്റെ ശരീരം കാണാനില്ല. ഇനി എന്തു ചെയ്യും? എൻ്റെ പ്രിയപ്പെട്ടവരെ, മഗ്ദലേന മറിയത്തെ പോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ പലപ്പോഴും പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ, ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുമ്പോൾ നമ്മൾ കരയാറുണ്ട്. ആ നമ്മുടെ കരച്ചിലിന് മുമ്പിൽ ഈശോ ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയോ? സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? നീ വിഷമിക്കേണ്ട. ഈ മഗ്ദലേന മറിയത്തെയാണ് പിന്നീട് യേശു വലിയ ഒരു സുവിശേഷ ശുശ്രൂഷയിലേക്ക് ഉയർത്തുന്നത്. യേശുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് ശിഷ്യന്മാരെ അറിയിക്കുവാൻ ആദ്യം ഭരമേൽപ്പിക്കുന്നത് ഈ മഗ്ദലേന മറിയത്തെയാണ്. യേശുവിൻ്റെ ഉയർപ്പിന് സാക്ഷ്യം വഹിച്ച ആദ്യത്തെ വനിതയാണ് ഈ മഗ്ദലേന മറിയം. ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ നീ വിശ്വസിക്കണം, നിന്റെ കണ്ണുനീര് ഒരു അനുഗ്രഹമായിട്ട് മാറുകയാണ്. നിന്റെ കണ്ണുനീര് ഒരു സ്വർഗം തുറക്കുന്ന പ്രാർത്ഥനയായിട്ട് മാറുകയാണ്. നിന്റെ കണ്ണുനീര് കാണുന്ന, നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ പ്രിയരെ, കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഒന്ന് ചിന്തിക്കുക. എത്ര നാളായി തമ്പുരാൻ്റെ മുമ്പിൽ നീ ഒന്ന് കരഞ്ഞിട്ട്? നാട്ടുകാരുടെ വീട്ടുകാരുടെ മുമ്പിൽ കരയാറുണ്ടല്ലോ. എന്നാൽ കണ്ണുനീരിന് ഉത്തരം കിട്ടുന്നവൻ്റെ മുമ്പിൽ കരയണം. ദൈവത്തിന് മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. സങ്കീർത്തനം 56:8, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണീയിട്ടുണ്ട്, എൻ്റെ കണ്ണീർക്കണം കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അത് അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. ഈ സമയം ഓരോ വ്യക്തിയും ആഗ്രഹിക്കണം, കർത്താവേ, കരഞ്ഞ് പ്രാർത്ഥിക്കാൻ എനിക്ക് കണ്ണുനീര് വേണം, എനിക്ക് കണ്ണുനീര് വേണം. കർത്താവേ, ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഈ നിമിഷം ദൈവത്തിന് മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ. കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ നാഥ കണ്ണുനീരേകണേ. ഓ ദൈവമേ, ഞാൻ ആഗ്രഹിക്കുന്നു. നിറഞ്ഞു പ്രാർത്ഥിക്കുവാൻ നാഥ ഉള്ളം തുറന്നിടണേ. ദൈവമേ, അങ്ങയുടെ തിരുമുമ്പിൽ പ്രാർത്ഥിക്കുന്നു. കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ നാഥ കണ്ണുനീരേകണേ. നിറഞ്ഞു പ്രാർത്ഥിക്കാൻ, നിറഞ്ഞു പ്രാർത്ഥിക്കുവാൻ നാഥ ഉള്ളം തുറന്നിടണേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിന്റെ ജീവിതത്തിന്റെ കണ്ണുനീര് അൾത്താരിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഹാഗാർ മരുഭൂമിയിൽ കണ്ണുനീര് ഒഴുക്കിയതുപോലെ, ഹന്ന കണ്ണുനീരോടെ പ്രാർത്ഥിച്ച പോലെ, ഹെസക്കിയ പ്രാർത്ഥിച്ചതുപോലെ, പത്രോസ്ലീഹ പ്രാർത്ഥിച്ചതുപോലെ ഈ നിമിഷങ്ങൾ നീയും കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ദൈവമേ, ദൈവമേ, എൻ്റെ കണ്ണുനീര് കാണുന്ന ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായ കൃപ, എൻ്റെ കണ്ണുനീര് സ്വർഗം തുറക്കുന്നൊരു പ്രാർത്ഥനയാണെന്ന് ഞാൻ അറിയുന്നു. ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിക്കണമേ. എൻ്റെ കണ്ണുനീരിന് ഉത്തരമുണ്ടെന്ന് എന്നെ പഠിപ്പിച്ച ദൈവമേ, അങ്ങെന്നിൽ പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സങ്കീർത്തനം 56:8 വിശ്വസിച്ചു കൊള്ളണം. എൻ്റെ അലച്ചിലുകൾ അവിടുന്ന് എണ്ണീയിട്ടുണ്ട്, എൻ്റെ കണ്ണീർക്കണം കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയോടെ കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാം, എൻ്റെ കരച്ചിൽ കാണുന്ന, എൻ്റെ ജീവിതത്തിൻ്റെ വിഷമങ്ങൾക്ക് ഉത്തരം നൽകുന്ന എൻ്റെ ദൈവമേ, അങ്ങേക്ക് നന്ദി. പ്രാർത്ഥനയോടെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ നാഥ കണ്ണു നീരേകണേ.
നാഥ ഉള്ളം തുറന്നിടണേ. കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ നാഥ കണ്ണുനീരേകണേ. നിറഞ്ഞു പ്രാർത്ഥിക്കുവാൻ നാഥ ഉള്ളം തുറന്നിടണേ.